Topic is learning. Learning is any permanent change in behavior of a person that occurs as result of experience. It is accompanied by acquisition of knowledge, skills and expertise which are relatively permanent. ഇപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് വേരിയബിളാണ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറുടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വേരിയബിളാണ് ലേണിംഗ്. നമുക്കറിയാം ലേണിംഗ് ഇസ് എ ടേം ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ബൈ ദ പീപ്പിൾ ഇൻ വൈഡ് വെറൈറ്റി ഓഫ് കോണ്ടെക്സ്റ്റ്. പല കോണ്ടെക്സ്റ്റിലും നമുക്ക് ഈ ലേണിംഗ് യൂസ് ചെയ്യാൻ പറ്റും. ഏതൊരു ഇതെടുത്താലും ഈവൻ നമ്മളൊരു അക്കാഡമിക് ആയിട്ടല്ലാതെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ കിട്ടുന്ന ലേണിംഗ്. അപ്പോൾ പല കോണ്ടെക്സ്റ്റിലും നമ്മൾ ഈ ലേണിംഗ് എന്നുള്ള ടേം യൂസ് ചെയ്യാറുണ്ട്. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂവസ് പ്രോസസ്. ദ ഹോൾ ലൈഫ് യു ആർ ലേണിംഗ്. നമ്മൾ ഈ ഒരു അക്കാഡമിക്സിനെ മാത്രം ഒരിക്കലും ലേണിംഗ് എന്നുള്ള ബേസിൽ നമ്മൾ എടുക്കാൻ പാടില്ല. ലേണിംഗ് മീൻസ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂവസ് പ്രോസസ് ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് ഓൾ ദ ടൈം. സോ ഇറ്റ് ഈസ് accompanied ബൈ അക്വിസിഷൻ ഓഫ് നോളേജ്. അപ്പോൾ ലേണിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഏത് പ്രോസസ്സാണ് നടക്കുന്നത്? അക്വിസിഷൻ ഓഫ് നോളേജ്. നോളേജ് നമ്മൾ അക്വയർ ചെയ്യുന്നു, സ്കിൽസ് അക്വയർ ചെയ്യുന്നു ആൻഡ് ഓൾസോ എക്സ്പെർട്ടൈസ് വിച്ച് ആർ റിലേറ്റീവ്ലി പെർമനൻറ്റ്. അത് ഇന്ന് കഴിഞ്ഞിട്ട് നാളെ നമുക്ക് യൂസ് ചെയ്യാതിരിക്കുന്ന ഒരു സാധനമായിരിക്കില്ല. ദാറ്റ് ഈസ് ഓൾവേസ് പെർമനൻറ്റ് വിത്തിൻ us. ഓക്കെ, ഒരു ഇൻഡിവിജ്വലിൽ പെർമനൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ലേണിംഗ്. അത് അക്വയർ ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി റിലേറ്റീവ്ലി പെർമനൻറ്റ് ടു ദാറ്റ് ഹ്യൂമൻ. So what are the features of learning? Learning involves change in behavior of a person. ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ ആ കാര്യം മനസ്സിലാക്കിയത് കൊണ്ടുള്ള ഒരു മാറ്റങ്ങൾ ആ ഒരു ഹ്യൂമനിൽ ആവശ്യമാണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിന് ആവശ്യമാണ്. The change may be good or bad from organization's point of view. For example, bad habits, prejudice, etc. may be learned by an individual. ഇപ്പോൾ ഈ ലേണിംഗ് എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ പഠിക്കാം, ചീത്ത കാര്യങ്ങളും പഠിക്കാം. അപ്പോൾ നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഓർഗനൈസേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ലേൺ ചെയ്യുന്നത് എന്ത് തന്നെ ആയിക്കോട്ടെ, അതിലെന്ത് ഇൻവോൾവ് ആണ്? ചേഞ്ച് ഇൻ ബിഹേവിയർ ഇൻവോൾവ് ആണ്. Okay, there will be a change in behavior of a person. That change may be good or bad from an organizational point of view. അതൊരു ബാഡ് ഹാബിറ്റ് ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ച് നമ്മൾ പ്രിജുഡൈസ് ചെയ്യുന്ന ഒരു ബിഹേവിയർ ആയിരിക്കും ഉണ്ടാവുക. അതായിരിക്കും നമ്മൾ ആ ഓർഗനൈസേഷനിൽ ലേൺ ചെയ്തിട്ടുണ്ടാവുക. വാട്ട് എവർ ഇറ്റ് മേ ബി, ദ ലേണിംഗ് ഇൻവോൾവ്സ് a change in behavior of a person. It may be good or it may be bad. Second one, change in behavior must be relatively permanent. To constitute learning, change should be relatively permanent. Temporary changes may be only reflective and fail to represent any learning. This rules out behavioral changes caused by fatigue or drugs. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ there will be a change in our behavior. അല്ലേ? അവിടെ ഒരു റിലേറ്റീവ്ലി പെർമനൻ്റ് ആയ ഒരു കാര്യമായതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുക. അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അതുണ്ടാവും. അപ്പോൾ അതൊരു റിലേറ്റീവ്ലി പെർമനൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എന്തിലും റിഫ്ലക്റ്റ് ചെയ്യുന്നു? നമ്മുടെ എല്ലാ എക്സ്പീരിയൻസിലും, അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ആ ഒരു പഠിച്ച കാര്യം അവിടെ അത് ശീലിക്കപ്പെടണം, അത് പെർമനൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് മറ്റൊരു ഫീച്ചർ, ലേണിങ്ങിൻ്റെ മറ്റൊരു ഫീച്ചർ. Next, the change in behavior should occur as a result of experience, practice or training. അപ്പോൾ ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഈ ചേഞ്ച് ഇൻ ബിഹേവിയർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇറ്റ് ഷുഡ് ബി ആസ് എ റിസൾട്ട് ഓഫ് ദ എക്സ്പീരിയൻസ്, പ്രാക്ടീസ് ഓർ ട്രെയിനിങ്. നമ്മളത് ജീവിതത്തിൽ നമ്മളത് യൂസ് ചെയ്യണം. യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾ ആ പഠിച്ച കാര്യം കൊണ്ട് നമ്മൾ എന്താവുള്ളൂ, അത് ഉപയോഗത്തിലാവുള്ളൂ. അപ്പോൾ പഠിച്ച കാര്യം പിന്നെ നമ്മൾ യൂസ് ചെയ്യാതിരുന്ന അതൊരു റിലേറ്റീവ്ലി പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണെന്ന് പറയാൻ പറ്റില്ല. Okay, so it implies that behavior caused from maturity, disease or physical damages does not constitute learning. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ലേണിങ്ങിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല. ബിഹേവിയറൽ ചേഞ്ച് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ സം ഫോം ഓഫ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ മാത്രമേ ഒരു ബിഹേവിയർ ചേഞ്ച് ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. Okay, the next feature is the practice or experience must be reinforced in order for learning to occur. അതായത് ഇഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഡസ് നോട്ട് അക്കംപനൈ ദ പ്രാക്ടീസ് ഓർ എക്സ്പീരിയൻസ്, ദ ബിഹേവിയർ വിൽ ഇവൻച്വലി ഡിസപ്പിയർ. നമ്മളൊരു കാര്യം, ഇപ്പോൾ ഒരു ട്രെയിനിങ്ങിന് പോയി, നമ്മൾ ആ ട്രെയിനിങ്ങിലൂടെ ഒരു ലേണിംഗ് പ്രോസസ്സ് നമുക്ക് കിട്ടി, നമ്മളൊരു കുറച്ച് നോളേജ് അക്വയർ ചെയ്തു. ഈ അക്വയർ ചെയ്ത നോളേജ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അല്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് ഈവൻച്വലി ഡിസപ്പിയർ ഫ്രം അവർ ബിഹേവിയർ. പിന്നെ നമുക്ക് നമ്മുടെ ബിഹേവിയറിൽ അത് ഡിസപ്പിയർ ആവും, പിന്നെ നമുക്കത് യൂസ് ചെയ്യാനേ പറ്റില്ല, നമ്മൾ പഠിച്ച കാര്യം മറന്നു തന്നെ പോകും. ഓക്കെ, സോ വൺ ഓഫ് ദ ഫീച്ചർ ഓഫ് ലേണിംഗ് ഈസ്
The practice of experience must be reinforced in order for learning to occur. And the next one is learning is reflected in behavior. Learning occurs throughout one's life. ലേണിംഗ് എപ്പോഴും ഒരാളുടെ ലൈഫിൽ ത്രൂ ഔട്ട് അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. സോ ഇറ്റ് ഷുഡ് ഓൾസോ റിഫ്ലക്റ്റ് ഇൻ ദ ബിഹേവിയർ. എ ചേഞ്ച് ഇൻ ആൻ ഇൻഡിവിജ്വൽസ് തോട്ട് പ്രോസസ് ഓർ ആറ്റിറ്റ്യൂഡ്സ് നോട്ട് അക്കമ്പനൈഡ് ബൈ ബിഹേവിയർ ഇസ് നോ ലേണിംഗ്. പഠിച്ചൊരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അവിടെ ലേണിംഗ് ഇല്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഒരാളുടെ ഇൻഡിവിജ്വലുടെ തോട്ട് അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ബിഹേവിയർ പഠിച്ച കാര്യങ്ങളുമായിട്ട് അക്കമ്പനൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലേണിംഗ് ഈസ് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ഹിസ് ബിഹേവിയർ എന്നാണ് പറയുക. അപ്പോൾ ലേണിംഗ് എന്തായിരിക്കണം? ലേണിംഗ് ഷുഡ് ബി റിഫ്ലക്റ്റഡ് ഇൻ ബിഹേവിയർ. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ലേണിംഗ്.